ഭയങ്കര ഹിറ്റടിച്ച ആളുകൾ പോലും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമം. അപ്പോൾ നമുക്ക് ഒരാളെ അക്കമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ താങ്ക്സോടെ ചേർത്ത് പിടിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. എല്ലാവരും അവനവന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ആളുകൾ ചില മൈൻഡ് ചെയ്യാതെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഷുഗറും പ്രഷറൊക്കെ വരും മനുഷ്യ, നമ്മളിത് വളരെ കൂളായിട്ട് കാണാം. പ്രശ്നം ഈ ലാലേട്ടൻ പറയുന്നത് ഇതുപോലെയാണോ? അതിനെ കഴിഞ്ഞ് അത് വിട്ടേക്ക്, നമ്മളിപ്പോൾ ജീവിക്കുന്നു ആ ഒരു കൂടുതലാണോ ശരിക്കും? സത്യം അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ അയാൾക്ക് നന്ദിയില്ല അല്ലേ, അത് ഞാൻ എന്തുപോലെ അങ്ങനെയൊന്നും കാണണ്ട. ഒരവസ്ഥകളാണ് അതൊക്കെ മനുഷ്യൻ്റെ. ആ അവസ്ഥകളിലൊക്കെ കടന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനും അകറ്റാനും ഒക്കെ ഓരോരുത്തർക്ക് പറ്റും. നമ്മളങ്ങനെ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ അതിന് നന്ദിയായിട്ട് ലോകമാണ് സിനിമ എന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ നമ്പാൻ കൊള്ളാത്തൊരു കാപട്യമുള്ള ലോകമാണെന്ന് അങ്ങനെയൊന്നും കാണണ്ട. എല്ലാ ലോകത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സിനിമ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയിൽ ജീവിക്കുന്നത്. സിനിമ എൻ്റെ ആവശ്യം. അതെ. അപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല, സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ആവശ്യമാണ്. അങ്ങനല്ലേ? അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ വെട്ടിപ്പിടിക്കലല്ല, എങ്ങനെയും നിലനിൽക്കാനുള്ള ശ്രമത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനോട് മിനിമം നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, ആരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. നന്ദിയില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. പാർവതി ഭരണയം തൊട്ട് ഇങ്ങോട്ട് പെണ്ണുകേസ് വരെ എത്തി നിൽക്കുമ്പോൾ ഈ നടൻ എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ എത്രമാത്രം പുതുക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലടാ. അല്ല, വളർച്ച എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ രൂപത്തിൽ മാറുന്ന പോലെ, ശബ്ദത്തിൽ മാറുന്ന പോലെ, ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് പോലെ നമ്മളും ഇങ്ങനെ കുറേ കാലമായാലും ഈ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സ്വയം നവീകരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. പിന്നെ വെച്ചാൽ നമ്മൾ ഈ വായനയും അതിന് വലിയ ഗുണം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു മനുഷ്യനെ നവീകരിക്കുന്ന ഒന്നാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ സിനിമ കാണുമ്പോഴൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വായന കുറച്ചും കൂടി കണക്റ്റഡാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാനൊക്കെ എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അത്ര കാഴ്ചയ്ക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ കാണുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇപ്രാവശ്യം ഇഫിയും പോയി IFFKയും ഒക്കെ പോയി സിനിമ കാണുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വായനയും കൂടി അതിനെ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരെന്ന നിലയിലും നടനെന്ന നിലയിലും എന്നെ നവീകരിക്കാൻ ഉപകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രമാത്രം അത് നന്നായിട്ടൊന്നും എനിക്കറിയില്ല. ഈ വായനയുടെ ഒരു പ്രത്യേകത, നമുക്ക് അത്രയും നമ്മൾക്ക് എഴുത്തുകാരൻ എഴുതി വെച്ചതിലും അതിൻ്റെ 10 ഇരട്ടി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതെ അതെ. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, സിനിമ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? സംവിധാനം ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. മീൻസ് അങ്ങനെ തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പണിയാണ്, ഭയങ്കര ബുദ്ധി വേണ്ട പണിയാണ്. അത് നമുക്ക് പിന്നല്ല എക്സിക്യൂട്ടീവ് ചെയ്യുക, അതൊക്കെ വലിയ എപ്പോഴെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്നൊക്കെ വലിയായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാണ്ടായപ്പോൾ ഞാനതൊക്കെ കീറിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 1-2 സബ്ജക്റ്റിൽ ഞാൻ എഴുതി വന്നപ്പോൾ അത് വേറൊരു സിനിമയായിട്ട് ഒരു വേറൊരു സിനിമയുടെ സബ്ജക്റ്റുമായിട്ട് ഭയങ്കര സാമ്യം തോന്നിയപ്പോൾ ഞാനത് കീറിക്കളയുകയാണ് ചെയ്തു. വേറൊന്നും തന്നെ. പക്ഷേ പിന്നെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ലഞ്ച് ബോക്സ് പോലത്തൊരു സിനിമ ഒക്കെ എഴുതണമെന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് പോലത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ഇത് രണ്ടില്ലേ ആഗ്രഹം സംഭവിക്കട്ടെ. അതുപോലുള്ളൊരു ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്ന സിനിമ എഴുതണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ആരുടെയെങ്കിലും കൂടെ ചേർന്നിട്ടായാലും എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോണർ ഏതായിരിക്കും സിനിമ? വായിക്കാൻ കവിതകളും പുസ്തകങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജോണർ എന്തായിരിക്കും സിനിമയാണ്? ഞാൻ എല്ലാത്തരം സിനിമകളും ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നാലും കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രണയ സിനിമകളോട് ഇങ്ങനെ താല്പര്യമുള്ളത്. പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയാനുള്ള കാരണം അതിൻ്റെ ഒരു ആ ഫ്ലേവറുള്ള സിനിമകളൊക്കെ ഭയങ്കര എന്നാൽ ഭയങ്കര കമേഴ്ഷ്യലാവാതെ ഒരു കുറച്ചുകൂടി
അടുപ്പോൾ കയ്യപ്പ് ഇഷ്ടപ്പെടാനുള്ള റീസൺ മറ്റൊന്നുമല്ല. ഞാനത് ഒരു 12 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. ഓരോ തവണ കാണുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് സിനിമ കാണുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള സിനിമയാണ് കയ്യപ്പ് അല്ലേ. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് അത്ഭുതമാണ് ആ സിനിമ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സിനിമകൾ കമേഴ്ഷ്യലായിട്ട് അതങ്ങനെ മെജോറിറ്റി അങ്ങ് എത്തുന്നില്ല, മെജോറിറ്റിയിലേക്ക് ഭൂരിപക്ഷത്തിൻ്റെ സിനിമയായി മാറുന്നില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. അതെ 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 തീർച്ചയായിട്ടും. ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഇക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം. അത് ഇത്രയും വർഷമായ സിനിമയിൽ ഇത്രയും പരിചയങ്ങളുണ്ട്, ഇത്രയും ഹോളിലുള്ളൊരു വ്യക്തിയാണ്. സിനിമയിൽ ഉറച്ചു വന്നു, നിന്നു, സ്റ്റേബിളായി. കുറച്ചധികം വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തേക്ക് ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഒരു സഹനടനെ സംബന്ധിച്ച് ഒരു നായകൻ ഷോൾഡർ ചെയ്യുന്ന പോലുള്ള ടെൻഷൻസ് ഒന്നും ഒരു സഹനടൻ അല്ലെങ്കിൽ ഒരു വില്ലൻ, നായകൻ അല്ലാതെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു ടെൻഷനില്ല, നായികയ്ക്കും ഇല്ല. സംവിധായകനും നായകനുമാണ്, അല്ലെങ്കിൽ റൈറ്റർ, ഒരു പരിധിവരെ റൈറ്റർക്കുമാണ് ആ സിനിമയുടെ പരാജയത്തിൻ്റെ ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുന്ന ആർക്കും അങ്ങനത്തെ ഒരു ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വരുന്നതെല്ലാം കമ്മിറ്റ് ചെയ്യുകയാണോ, അപ്പോൾ അതെയോ ഇപ്പം നോക്കിയും കണ്ട് മാത്രമാണോ സിനിമകൾ എടുക്കുന്നത്? വരുന്നതിലൊരു 90% ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ എന്നിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ എനിക്കും കൂടി തോന്നുന്ന സാധനങ്ങൾ മാത്രമേ എന്നിലേക്ക് എത്തുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ വന്നിട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നായക വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാനത് പിടിക്കാതിരിക്കുന്നതാണ്. കാരണം അതിന് പിന്നാലെ പോയി അത് ഒരു തിയേറ്ററിലേക്ക് ആളെത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പിന്നെ ആ ടെൻഷൻ എടുക്കുക, വലിയ സിനിമ, അതൊരു മുതൽ മുടക്ക്, ഒരുപാട് ആളുകൾ അതിൻ്റെ പൈസ ഇറക്കുന്നതാണ്. നമ്മളത് ഒരു രീതിയിൽ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് ഈ നായക പരിപാടി എന്നുള്ളത്. അതൊരു മാസത്തിൽ 2 വരും നായക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പക്ഷെ ഒന്നും എടുക്കാറില്ല. ഇല്ല. കൊമേഴ്ഷ്യൽ പടങ്ങളാണോ അത് കൂടുതലും? കുറച്ച് പറഞ്ഞിരുന്ന ആ രീതിയിലുള്ള പടങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കും. സമാന്തര സിനിമകളാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 50 രൂപയ്ക്കൊക്കെ തീർക്കാവുന്ന സിനിമകളല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മളത്, അല്ലെങ്കിൽ 1 രൂപ, അതൊക്കെ അവർ സർവേ ചെയ്യുക. അതൊരു 3 രൂപ 4 രൂപ എന്നൊക്കെ പറയുന്ന സിനിമകളിലൊന്നും എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാറില്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ റിസ്ക് എടുക്കണ്ടേ? ഇപ്പം ജോജു ജോർജിൻ്റെ ഒരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് വന്നിട്ട് അദ്ദേഹം എടുത്തൊരു റിസ്ക് അല്ലേ ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ ശരിക്കും മാറ്റിക്കളഞ്ഞത്? ആ ഭ്രാന്ത് എനിക്കില്ല. നാളത്തെ ക്യാപ്ഷൻ ജോജുവിൻ്റെ ഭ്രാന്ത് എനിക്ക് അത് ചെയ്യില്ലട്ടോ. ഞാനല്ല, ബാക്കി അത്ര ഭ്രാന്തില്ല, അങ്ങനെ പറ്റാണ്ടോ അത്രയൊന്നും. അത് അവനെടുക്കണമെന്ന് പോലെ അതൊക്കെ ഒരു വലിയ റിസ്ക് അല്ലേ. അവൻ ജോസഫ് ഡബിങ് അടക്കുന്ന ദിവസം എന്നോട് പറഞ്ഞു, എടാ പടം പൊട്ടിയാൽ ഒരു 3 കോടി ബാധ്യത എനിക്കുണ്ടാവും. കാരണം അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ 2 കൊല്ലം പടം പണിയെടുത്താൽ ചിലപ്പോൾ കിട്ടാൻ പറ്റില്ലേ. അങ്ങനെയൊക്കെ അവനത് കൂടെ അങ്ങനെ അത്രയൊന്നും ഹെവി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം പോലും എടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പുള്ളി അതുവരെ കാൽക്കാട്ടിയാണ് സിനിമ 2 കൊല്ലം പണിയെടുത്താൽ ചിലപ്പോൾ അതൊക്കെ വീട്ടാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ല, 5 പണിയെടുക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അത്രയൊന്നും മനക്കരുത്തില്ലടോ.